ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആൽ ഇംറാൻ 12-ാമത്തെ ആയത്താണ് നമ്മൾ ഇനി എടുക്കുന്നത്. ഈ ആയത്തിൽ അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല അന്നത്തെ കാലത്ത് അഹ്ലു കിതാബിൻ്റെ ആളുകൾക്ക് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ പ്രവാചകൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ദൃഷ്ടാന്തം അവർക്ക് തന്നെ ചിന്തിച്ചാൽ അവരുടെ മുമ്പിലുണ്ടായിരുന്ന നേരിട്ടുള്ള അനുഭവ പരിചയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് തന്നെ മനസ്സിലാക്കാം റസൂലുള്ളാഹി പ്രവാചകനാണ് എന്ന് അവരെ പഠിപ്പിക്കുന്ന ആയത്താണ്. ആയത്തിലേക്ക് പോയാൽ മനസ്സിലാവും. എന്താ? കുൽ നബിയെ നിങ്ങൾ പറയുക, ലില്ലദീന കഫറു അവിശ്വാസികളായ ആളുകളോട് നിങ്ങൾ പറയുക. അതായത് അവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ആരോടാണ്? അവിശ്വാസികൾ എല്ലാവരും പെടുമല്ലോ. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന അഹ്ലു കിതാബിൻ്റെ യഹൂദരോട് പറയാനവർ. അഹ്ലു കിതാബിൻ്റെ ആളുകളോട് നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കുക, പറയാൻ നമ്മൾ ചോദിച്ചു നോക്കുക എന്നുള്ളതാണ്. എന്താണ്? അവരോട് പറയുക, സത്തുഅലബൂന ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പരാജയപ്പെടുത്തും. വതുഹ്ശറൂന പിന്നീട് എന്ത് ചെയ്യും? നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ഇലാ ജഹന്നം ഏതിലേക്ക്? നരകത്തിലേക്ക്. ഇത് ശരിക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ, അന്നത്തെ കാലത്തുള്ള ജൂതർക്ക് മനസ്സിലാക്കാൻ പറ്റിയ, ചിന്തിച്ചാൽ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പറഞ്ഞ് ശരിയാണ്, അതുമാത്രം മതി അവർക്ക് വിശ്വാസികളാകാൻ എന്നുള്ളതാണ്. എന്താ ഈ ആയത്ത് എന്താ പറയണത്? ജൂതന്മാരെ ആൾ ചിന്തിച്ചാൽ മതി. എന്ത് ചിന്തിച്ചാൽ മതി? ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പരാജയപ്പെടുത്തപ്പെടും. നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? വിജയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതെന്താ പറയണത്? പരാജയം സംഭവിക്കുന്നതിന് മുമ്പാ പറയണത്, അല്ല പരാജയപ്പെട്ടതിന് ശേഷം പറയാ അല്ലല്ലോ. എവിടെയെങ്കിലും അവർക്ക് വിജയം ഉണ്ടായാൽ തന്നെ എന്തായി? ഈ ആയത്ത് എന്തായി? ഈ ആയത്ത് പൊളിഞ്ഞ്. നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ഈ ആയത്ത് എന്ത് ചെയ്തു? മദീനയിൽ വന്നവിടെ ഒരു അഹ്ലു കിതാബിൻ്റെ ആളോട് പറയാണ്, അവിടെ സത്തുഅലബൂന ശേഷം എന്നാണ്. ഇപ്പൊ ലൈവിൽ നിങ്ങൾ ആരല്ല? പരാജിതരല്ല. നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവർ അത്യാവശ്യം ഇസ്സത്തിലും പ്രതാപത്തിലുള്ളവരാണ്. അവർക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്നു. മുശ്രിക്കുകൾ വരെ അവരോട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പല വിഷയത്തിലും എന്ത് ചെയ്യുന്നു? സഹകരിച്ചിരുന്നു. മാത്രമല്ല മുശ്രിക്കുകളെ തമ്മിൽ തല്ലിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ സയനിസ്റ്റ് തിയറി അവരുണ്ടായിരുന്നു. പരസ്പരം എന്ത് ചെയ്യും? ഭിന്നിപ്പിക്കുന്ന രീതി അന്നും അവർ കിതാബിൻ്റെ അകത്ത് ജൂതരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഏകോപിപ്പിച്ച് നിൽക്കൂല. അതിനെ വെച്ച് അഹ്ലു കിതാബിൻ്റെ ആളുകൾ എന്ത് ചെയ്യും? അവർ അന്ന് ജൂതരായ ആളുകൾ പരസ്പരം യോജിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ബനി നദീർ, ബനി ഖുറൈള, ബനി കൈനക്ക ഇങ്ങനത്തെ പ്രഗത്ഭമായ ഗോത്രങ്ങളാണ് അന്നുണ്ടായിരുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെന്താ ചെയ്തത് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന വന്നപ്പോൾ അവർ വിശ്വസിച്ചില്ല. എന്നാൽ ചിലർ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു സലാം എപ്പോഴും എടുത്ത് പറയേണ്ട മഹാനായ സഹാബിയാണ്. അവരൊക്കെ റസൂലുള്ളാഹിനെ കണ്ട ഉടനെ വിശ്വസിച്ചാണ്. ഇവരിങ്ങനെ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ വന്ന ഉടനെ ഇവർക്ക് പ്രവാചകന്റെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രവാചകനുള്ള ചാൻസ് ഉള്ള ആൾ തന്നെയാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇനി ഈ പ്രവാചകനാണെങ്കിൽ യുദ്ധങ്ങളിലൊക്കെ എന്തുണ്ടാവും? വിജയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുമല്ലോ. അപ്പം അതുകൂടി നോക്കാം എന്ന് എന്ത് ചെയ്തു? അവരിങ്ങനെ ആലോചിച്ച്. അതിൻ്റെ ഇടയിലാണ് എന്തുണ്ടായത്? ബദർ യുദ്ധം ഉണ്ടായത്. ബദർ യുദ്ധം ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായത്? നബിതങ്ങളും സഹാബികളും എന്ത് ചെയ്തു? ആ യുദ്ധത്തിന് വിജയിച്ചു. അപ്പോൾ കുറേ അനുയായികൾ നേതാക്കന്മാരോട് ചോദിച്ചു, ജൂതരായ നേതൃത്വത്തോട് ചോദിച്ചു, എങ്ങനെ ഇപ്പോൾ ഇത് ശരിക്കുള്ള നബി തന്നെയല്ലേ? കാരണം അവർക്ക് വിജയം കിട്ടിയല്ലോ. കാരണം ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ, അടുത്ത ആയത്തിന് ബദർ യുദ്ധത്തിൻ്റെ ദൃഷ്ടാന്തം പറയണേ. ബദർ എന്ന് പറഞ്ഞാൽ വലിയൊരു ദൃഷ്ടാന്തമാണ്. അപ്പം ഈ നിലക്കുള്ള അപാരമായ സഹായം ഇവർക്ക് കിട്ടിയേ. അപ്പോൾ ഈ വ്യക്തി ശരിക്കുള്ള നബി തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചിലർ തീരുമാനിച്ചു. അങ്ങനെ ഡിസ്കഷൻ നടന്നവർക്കിടയിൽ. അപ്പം ചിലർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം. അതിനിടയിലാണ് പിന്നെ ഏത് വന്നത്? ഉഹുദ് വന്നു.
ഓതുന്നപ്പം ഉണ്ടായി കുറച്ച് പ്രയാസങ്ങൾ ആർക്കുണ്ടായി, വിജയം മോമിനങ്ങൾക്ക് ഉണ്ടായെങ്കിലും ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അതോട് ഇവർ പറഞ്ഞു ശരിക്കുള്ള നബിയല്ല, കാരണം എന്താണ് ഇവിടെ പ്രയാസങ്ങൾ വന്നില്ലേ എന്ന് എന്ത് ചെയ്തു, ചില നേതൃത്വം ഇവരായിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇറങ്ങിയത്. എന്ത് ചെയ്യുക, അയൽ കിതാബിന്റെ ആളോട് പറയുക, തീർച്ചയായിട്ടും നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ആ സമയത്ത് ഇവർ പരാജിതരല്ല. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ബദർ ഇറങ്ങിയിട്ടില്ല. ഒരു വളരെ സീറോയിലാണ് ഏത് ഇറങ്ങിയത്, ഈ ആയത്ത് അറിയാം. ബദറോ ഓഹദോ ഖന്തക്കോ ഒന്നും ഇറങ്ങിയിട്ടില്ല. ആ സമയത്താണ് ഈ ആയത്ത്. ആ സമയത്താണ് പറയുന്നത് എന്ത്, നിങ്ങൾ പരാജയപ്പെടും. പിന്നെ എപ്പോഴാണ് ഉണ്ടായത്, ഖൈബർ ഉണ്ടായി, ഖന്തക്ക് ഉണ്ടായി, പല യുദ്ധങ്ങളുണ്ടായി. അതോടെ എന്ത് ചെയ്ത് അയൽ കിതാബ് അതായത് ഇവരെന്ത് ചെയ്തു, പിന്നെ യഹൂദ ഗോത്രം പിന്നെ മക്കയിലെ മുശ്രിക്കുകളുമായി എന്ത് ചെയ്യും, സഖ്യം ഉണ്ടാക്കി. റസൂൽ അറിയാതെ നബിതങ്ങൾക്ക് വന്ന് സൗഹൃദങ്ങൾ നടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, അപ്പുറത്ത് പോയിട്ട് സഖ്യം ഉണ്ടായി. നബിതങ്ങൾക്കെതിരെ എന്ത് ചെയ്തു, സ്വകാര്യമായ ഒരു യുദ്ധത്തിനുള്ള പ്ലാൻ പദ്ധതി ചെയ്തു. അത് നബിതങ്ങൾ അറിഞ്ഞു. അതിൻ്റെ ഭാഗമായി പിന്നീട് യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. മാത്രമല്ല പലരും അവിടുന്ന് ഷാമക്കും സിറിയക്കൊക്കെ എന്ത് ചെയ്തു, കെട്ടും കെട്ടി പോവേണ്ടി വന്നു. അപ്പോൾ ശരിക്കും എന്ത് ചെയ്യാം, അവർക്ക് മനസ്സിലാക്കാം ഇതാരാണ്, ഇത് ശരിയായ പ്രവാചകൻ തന്നെ. കാരണം തങ്ങളുടെ പരാജയം അവിടെ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ആര് പ്രവചിച്ചിട്ടുണ്ട്, ഈ പ്രവാചകൻ പ്രവചിച്ചു. പ്രവാചകൻ തന്നെ എന്താ, പ്രവചിക്കണാണെന്നല്ലേ. ആ പറഞ്ഞത് വരെ ഖുർആനിൽ ഇറങ്ങിയത് എന്ത് വളരെ വളരെ വസ്തുനിഷ്ഠമായി എന്ത് ചെയ്യും, അത് സത്യമായി എന്ന് അവർക്ക് മനസ്സിലാക്കാം. അതിന്റെ ശേഷം എന്തുണ്ടായിട്ടില്ല, നബിതങ്ങളെ കാലത്ത് പിന്നെ എന്തിട്ടില്ല, അഹ്ല കിതാബിനോ ജൂതർക്കോ ക്രിസ്ത്യവർക്കോ ഒരു വിജയം എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പൊ സത്തുഅലബൂന ശേഷം നിങ്ങളെ പരാജയപ്പെടുത്തപ്പെടും, വതുഹ്ശറൂന നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും, ഇലാ ജഹന്നം ഇതിലേക്ക് നരകത്തിലേക്ക്. ബിഅ്സൽ മിഹാദ്, ബിഅ്സൽ മിഹാദ് എന്ന് പറയുന്നത്, മിഹാദ് ശരിക്കും മിഹാദ് പറഞ്ഞാൽ എന്താ, മഹദ് പറഞ്ഞാൽ ശരിക്കും എന്താ അല്ലേ, ആ കിടപ്പറ എന്നാണ്. മിഹാദ് എന്ന് പ്രയോഗിക്കണ കേട്ടാൽ തോന്നുന്നത് എന്താണ്, നല്ല രസമുള്ള സ്ഥലത്ത് അവർ വല്ല റിസോർട്ടിലാണ് പോയി കിടക്കാൻ തോന്നുന്നു അല്ലേ. അല്ലേ, നിങ്ങളെ കിടപ്പറ എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. കിടപ്പറ എന്നുണ്ട് വിചാരിക്കും നല്ല ആശ്വാസമുള്ള റിസോർട്ടിന്റെ എന്താണ് ഒരു സ്ഥലത്താണ് ഇവർ പോയി അവസാനം എന്ത് ചെയ്യുക, നരകത്തിൽ പോയി കിടക്കാൻ തോന്നും. പക്ഷെ അതൊരു പരിഹാസം. പരിഹാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എന്താണ്, വളരെ മോശം, അതായത് നിങ്ങളെ വലിയ രസമായിട്ട് കാണുന്ന ആ സ്ഥലം ഒരിക്കലും എന്തല്ല, ബേസാണ്. അത് വളരെ മോശമായ ഒരു സ്ഥലമാണ് എന്നർത്ഥം. അപ്പോ ആ കിടക്കുന്ന സ്ഥലം എന്തുണ്ടാവില്ല, വലിയ രസം ഉണ്ടാവില്ല. ഇപ്പൊ കിടപ്പറ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് തോന്നുന്നത് രസമുണ്ടെന്ന്. അതുകൊണ്ടാണ് ബേസ് അവിടെ കൊടുക്കാൻ കാരണം. അപ്പൊ നരകം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യില്ല, അവിടെ ചെന്നാൽ കിടക്കാൻ ഉണ്ടാവില്ല, വലിയ സുഖം ഉണ്ടാവില്ല. സുഖം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ പ്രവേശിച്ചാൽ, നബിതങ്ങൾ എന്താ പറഞ്ഞേ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ പ്രവേശിച്ചാൽ ദുന്യാവിലുണ്ടായിരുന്ന മുഴുവൻ സുഖങ്ങൾ എന്തിനാണ് മറക്കുന്ന. ഒരു സെക്കൻഡ് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ദുന്യാവിലുണ്ടായിരുന്ന മുഴുവൻ പ്രയാസങ്ങളെയാണ് മറക്കുന്ന. സെക്കൻഡ് ഒന്നും പറയാൻ വയ്യാന്. അപ്പൊ അത്ര ഇതിനൊക്കെ ദുന്യാവിനും ഇത് തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആയത്ത് എന്താണ്, ഒരു ദൃഷ്ടാന്താണ്. കാരണം എന്താണ്, നബിതങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ വെച്ചിട്ട് ഖുർആൻ ഇറങ്ങിയ പോലെ തന്നെയാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. എന്നുവെച്ചാൽ എവിടെയെങ്കിലും റസൂലുള്ളാഹിന്റെ കാലത്തോ പിന്നീട് ഖുലഫായിന്റെ കാലത്തോ അഹ്ല കിതാബിന് വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിന് എന്തില്ല, ഒരിക്കലും പ്രസക്തി ഇല്ല. ഇനി വീണ്ടും പറയാണ് അവരോട്, കദ്കാനലക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്തുണ്ട്, ആയത്തും ദൃഷ്ടാന്തമുണ്ട്, ഫീ ഫിഅത്തൈനി രണ്ട് സംഘത്തിൽ. ഫിഅത്തൈന് എന്താ, സംഘം എന്നർത്ഥം. രണ്ട് സംഘങ്ങളുടെ കാര്യത്തിൽ ഇനിയൊരു പുതിയൊരു ദൃഷ്ടാന്തം വേറെ പറയണം. ഇത് വലിയൊരു ദൃഷ്ടാന്തമാണ്.
ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ആ കാലത്ത് ചിന്തിക്കുന്നവർക്കും ഇതിന് ദൃഷ്ടാന്തമുണ്ട്. ശേഷം ഈ കാലത്ത് ചിന്തിക്കുന്നവർക്കും ചരിത്രപരമായി പഠിച്ചാൽ ഇതിന് ദൃഷ്ടാന്തമുണ്ട്. എന്താ? കതുക്കാനലക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് ഫീ ആയത്തും ദൃഷ്ടാന്തമുണ്ട് ഫീ ഫിയത്തേന് രണ്ട് സംഘത്തിൽ ഇൽത്തക്കത്ത അവർ പരസ്പരം ചെയ്തിട്ടുണ്ട്. ഇൽത്തക്കാരെ ശരിക്കും കണ്ടുമുട്ടാന്ന്. നമ്മുടെ കണ്ടുമുട്ടാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു യുദ്ധക്കളത്തിൽ വെച്ചിട്ട് പരസ്പരം ചെയ്തിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട്. ഇൽത്തക്കത്താറിനെ എന്ത് ചെയ്യുന്നു? അവർ പരസ്പരം യുദ്ധവുമായി ആ രണ്ട് സംഘങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താ? അതിൽപ്പെട്ട ഒരു സംഘം എന്താണ്? പ്രതാപം കൊണ്ടും ആൾബലം കൊണ്ടും സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടും എല്ലാ നിലക്കും എന്തായിരുന്നു? വളരെ ഉന്നതിയിലായിരുന്നു. മറ്റൊരു സംഘമാണെങ്കിലോ അവർക്ക് ഒന്നുമില്ലായിരുന്നു. അങ്ങനത്തെ രണ്ട് സംഘങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യുദ്ധം നടക്കുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഫിയത്തിൻ തുക്കാത്തിൽ ഫീ സബീലില്ലാഹ്. ഒരു സംഘം അവിടെ യുദ്ധം ചെയ്തത് ആരുടെ മാർഗത്തിലാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്ത ആ സംഘത്തിന്റെ പ്രത്യേകത എന്താ? അവർക്ക് ആൾബലം തീരെ ഇല്ല. എന്നാ വേണ്ടത്ര ആയുധ സംവിധാനങ്ങളുണ്ടോ? അതും അവർക്ക് ഇല്ല. അപ്പൊ ആൾബലമോ ആയുധ ബലമോ അല്ല വിജയം നിൽക്കാന്നുള്ളത്, അല്ലേ? ആൾബലമോ ആയുധമല്ല മനുഷ്യൻ എന്ത് ചെയ്യുക? വിജയം നിൽക്കുക. വിജയം നിൽക്കുന്നവരാരാണ്? അള്ളാഹുവാണ്. അത് ശരിക്ക് ഇസ്ലാമിനെ തുടക്കം മുതലേ നമ്മളെ പഠിപ്പിച്ച പാഠാണ്. ആ ഒരു പാഠാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ ഇവിടെ നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നത്. അത് വിശ്വാസികളുടെ ഇസ്ലാമിന്റെ തുടക്കത്തിൽ നമ്മളെ പഠിപ്പിച്ച പാഠമാണ്. ആയുധങ്ങൾ ഉണ്ടായിട്ടോ ആൾബലം ഉണ്ടായിട്ടോ മറ്റുള്ള അഭിവൃദ്ധി ഉണ്ടായതുകൊണ്ടോ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് വിജയം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കുന്ന എല്ലാ യുദ്ധത്തിലും എന്ത് ചെയ്തിരുന്നു? ജയിച്ചിരുന്നു. മുഅ്മിനീങ്ങൾക്ക് വിശ്വാസികൾക്ക് വിജയം കിട്ടിയിരുന്നു. കാരണം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കുന്ന എല്ലാ യുദ്ധത്തിലും എന്ത് ചെയ്യുന്നു? വിശ്വാസികൾക്ക് വിജയം കിട്ടിയിരുന്നു. കാരണം ഭയങ്കര ശക്തനായ പോരാളിയാണ്. ഉഹുദ് തന്നെ ശരിക്കും പരാജയപ്പെടാനുള്ള കാരണം ആരായിരുന്നു? ഖാലിദ് വലീദ് തന്നെയായിരുന്നു. ഭയങ്കര ശക്തനായ പോരാളിയാണ്. എവിടെ പോയാലും വിജയിക്കും. പക്ഷേ ശത്രുക്കളെ വളരെ മാരകമായി പരിക്കേൽപ്പിക്കാനും കഴിയും. ഉമർ ഖത്താബ് കാലത്ത് എല്ലാവർക്കും ഖാലിദ് ഉണ്ടെങ്കിൽ എന്താവും? ജയിക്കും, ഉറപ്പാണെന്ന തോന്നൽ വന്നപ്പോ നേതൃസ്ഥാനത്ത് നിന്ന് ഹാരം മാറ്റി ഖാലിദ് കൊണ്ട് മാറ്റി. എന്നിട്ട് പഠിച്ചോൻ ഇവിടെ വിജയിപ്പിക്കണതേ ഉമറിനെ കൊണ്ടും ഖാലിദിനെ കൊണ്ടല്ല എന്ന് ആ സമൂഹത്തെ പഠിപ്പിച്ച ആളാണ് ആര്? ഉമർ. നിങ്ങൾക്ക് തോന്നുന്നു ഖാലിദ് പോയാൽ ജയിക്കുന്നു, അല്ലെ ഉമർ പോയാൽ ജയിക്കുന്നു. ഖാലിദ് മാറ്റി എന്നിട്ടും ജയിച്ചു. ഞാനെന്താ ഇവിടെ വിജയിപ്പിക്കുന്നത്? അള്ളാഹു വിശ്വാസികളുടെ ഈമാനും അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ്. അല്ല എന്തല്ല ഖാലിദിനെ കൊണ്ടും ഉമറിനെ കൊണ്ടും നമ്മുടെ ആർക്കും ഒരു വിജയം കിട്ടൂല. അപ്പൊ ഇന്ന് ലോകത്തെടുക്കുന്ന യുദ്ധങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി. പരസ്പരമുള്ള യുദ്ധത്തിന്റെ രണ്ട് കക്ഷികൾ നോക്കുമ്പോൾ ഒരു കക്ഷി എന്താണ്? വളരെ ദുർബലമാണ്. എന്നിട്ട് ചില സ്ഥലത്ത് അവർ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ സഹായങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആൾബലം കൊണ്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടോ മാത്രം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. മാത്രമല്ല പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു യുദ്ധം ഉണ്ടായിരുന്നു, മറ്റേ മുത്തദ് യുദ്ധം, മുത്തദ് യുദ്ധം തോന്നുന്നു. ആ റോമുമായി ഉണ്ടായിരുന്ന സഹാബികളായിട്ടുണ്ടായിരുന്ന യുദ്ധത്തില് പിന്നെ ശത്രു സൈന്യം 2 ലക്ഷം ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങൾ വിശ്വാസികൾ ആകെ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 4000. എന്നിട്ട് ആ 2 ലക്ഷത്തും പോകുന്ന സൈന്യത്തെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി പോന്നു വിശ്വാസികള് റോമ് പിടിച്ചെടുക്കാൻ പോയപ്പോ. അപ്പോ അതൊന്നൊന്നുമില്ല, വിശ്വാസികളെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അന്നത്തെ അഹ്ലു കിതാബിന് ആളുകൾക്ക് ചിന്തിക്കാൻ ദൃഷ്ടാന്തമുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണമെങ്കിൽ, മുസ്ലിം ലോകത്തിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ഇതിന് ദൃഷ്ടാന്തമുണ്ട്.
ഉഖ്റ കാഫിറ. അപ്പോൾ രണ്ടാമത്തെ സംഘം എന്താണ്? അവിശ്വാസികളുടെ സംഘമാണ്. ഇവിടെ ഉണ്ടായിരുന്ന ദൃഷ്ടാന്തം, അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം പല രീതിയിലുണ്ടാകാം. ഇവിടെ ഉണ്ടായിരുന്ന ദൃഷ്ടാന്തം എന്താണ്? യറൗനഹും അവരെ കാണുന്നുണ്ട്. ആര്? യറൗന എന്താണ്? അവിശ്വാസി. പിന്നെ യറൗന അവിടെ ഉദ്ദേശിക്കുന്നത് കാഫിറത്തായ ആ സൈന്യം, അവിശ്വാസികളുടെ ആ സൈന്യം, അവരെ കാണുന്നുണ്ട്. ആരെ? മുഅ്മിനീൻ വിശ്വാസികളെ കാണുന്നുണ്ട്. മിസ്ലൈഹിം അവരുടെ ഇരട്ടിയായി. അതാണ് ദൃഷ്ടാന്തം. അവരുടെ ഇരട്ടിയായി കണ്ടു എന്നാണ്. ആർക്ക്? സംഗതി ഇവിടെ എത്ര ഉള്ളൂ? സംഗതി ഇവിടെ 313 1000 തമ്മിലുള്ള പോരാട്ടമാണ്. അവരുടെ ഇരട്ടി എന്ന് ഉദ്ദേശിക്കുന്ന 2 തഫ്സീറുണ്ട്. ഒന്ന് വിശ്വാസികളുടെ ഇരട്ടി, അത് മുഅ്മിനീങ്ങളുടെ 313 എന്നുള്ളത് വേണമെങ്കിൽ 626 അങ്ങനെ തോന്നിയതാകാം. അല്ലെങ്കിൽ അവിശ്വാസികളുടെ 1000-ഓളം പോകുന്ന സംഘത്തിന്റെ ഇരട്ടിയായിട്ട് നമ്മളൊക്കെ ഇരട്ടിയുണ്ട് അവർക്ക് എന്ന് അങ്ങനെ തോന്നിയിരിക്കാം. അതിനാണ് കൂടുതൽ ചാൻസ് എന്ന്. കാരണം എന്താ വെച്ചാൽ മുസ്ലിമുകൾപ്പെട്ട ഒരു സഹാബിയെ അവിശ്വാസികളെ ആളുകൾ തടവിൽ പിടിച്ചപ്പോൾ നിങ്ങൾ എത്ര ആളുണ്ട് എന്ന് ചോദിച്ചു ആ സഹാബിയോട്. അപ്പോൾ ഞങ്ങൾ 313 ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ ഇരട്ടുള്ളതായിട്ടാണ് നിങ്ങളെ തോന്നുന്നത് എന്ന് അവിടുന്ന് വിശ്വാസികൾ പറഞ്ഞത് ആ സഹാബി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ 1000-ഓളം പോകുന്ന ഈ സൈന്യം അവർക്ക് 2000 അപ്പുറത്തുള്ളതെന്ന് തോന്നിപ്പിച്ചത് ആരാണ്? അള്ളാഹുവാണ്. മാത്രം ഞങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, പിന്നെ ഇവർക്ക് എന്തെല്ലാം സംവിധാനം ഉണ്ടായിരുന്നു. അവിശ്വാസികൾക്ക് എന്തുണ്ടായിരുന്നു? പിന്നെ അവർക്കുണ്ടായിരുന്നു 100 കുതിര ഉണ്ടായിരുന്നു, അതുപോലെ 700 ഒട്ടകം ഉണ്ടായിരുന്നു, പിന്നെ കണക്കാക്കാൻ പറ്റാത്ത ആയുധങ്ങളുണ്ടായിരുന്നു എന്നാണ്. അതേസമയം മുസ്ലിങ്ങളുടെ ഭാഗത്ത് എന്താ ഉണ്ടായിരുന്നു? 313 ആളാണ് ഉണ്ടായിരുന്നത്. 313 തന്നെ ഇല്ല ശരിക്കും. കാരണം 310 ചില്ലാനുള്ളൂ. ബാക്കി 5-6 ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ കാവലും മറ്റേതായിട്ട് യുദ്ധത്തിലൊന്നും ഇട്ടില്ല, അവർ വന്നിട്ടില്ല. പക്ഷെ ബദരീകളുടെ ലിസ്റ്റിൽ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്ത കറക്റ്റ് 313 അല്ല. ഞാൻ മുമ്പൊരു ക്ലാസ് നടത്തിയിരുന്നു അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തെ കുറിച്ച്. അവരെന്തുകൊണ്ടാണ് മന്ത്രിൽ പങ്കെടുക്കാതിരുന്നത് എന്ന കാരണമൊക്കെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് 313 നമ്മൾ പറയാം. അതുപോലെ തന്നെ അതിൽ തന്നെ പിന്നെന്താണ് ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന എന്താണ്? മുഅ്മിനീങ്ങളായത് എന്തായിരുന്നു? ഞാൻ പറഞ്ഞു 700 ഒട്ടകമാണ് ആർക്കുണ്ടായിരുന്നത്? വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നത് 100 കുതിരയും. വിശ്വാസികൾക്കുണ്ടായിരുന്ന ആകെ 70 എന്തായിരുന്നു? വിശ്വാസികൾക്കുണ്ടായിരുന്നത് പിന്നെ 90 ഒട്ടകമായിരുന്നു. 90 ഒട്ടകവും ആകെ 2 കുതിര ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധത്തിന് ബദർ യുദ്ധത്തിന് മുമ്പ് മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് എത്ര ഉണ്ടായിരുന്നുള്ളൂ? ആകെ 2 കുതിര ഉണ്ടായിരുന്നുള്ളൂ. അതിന് 2 സഹാബി, ഒന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, 2 മർസദ് റളിയല്ലാഹു അൻഹു ഉള്ള കുതിരയായിരുന്നു. പിന്നെ വേറെ കോമഡി എന്ന് വെച്ചാൽ യുദ്ധത്തിന് അവിശ്വാസികളായ ആളുകൾക്ക് അന്ന് മക്കക്കാർക്ക് ഫുള്ള് പടയങ്കി ഉണ്ടായിരുന്നു. എന്നാൽ സഹാബികളുടെ കൂട്ടത്തിൽ ആകെ 6 ആൾക്കാണ് എന്തുണ്ടായിരുന്നത്? പടച്ചട്ട ഉണ്ടായിരുന്നത്. ബാക്കി ആർക്കും ഏതില്ലായിരുന്നു? പടച്ചട്ടില്ലായിരുന്നു. ഇനി വാളിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിലോ ഇവർക്ക് പിന്നെ വാള് കണക്കില്ലായിരുന്നു. കാരണം 700 ഒട്ടകം തന്നെ അവർക്കുണ്ട്. ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്ത സഹാബികളുടെ വാളിൻ്റെ എണ്ണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് പല കൗണ്ടും പറയുന്നുണ്ട്. മാക്സിമം പറഞ്ഞ വാളിൻ്റെ എണ്ണം എത്ര? 70. മാക്സിമം പറഞ്ഞ വാളിൻ്റെ എണ്ണം 70. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നോക്കുന്ന ഈ തഫ്സീറിലൊക്കെ വാളിൻ്റെ എണ്ണം പറയുന്നത് 6. 6 വാളുള്ളായിരുന്നു. പിന്നെ ഇവര് എന്തായിട്ടാ യുദ്ധം ചെയ്ത് ഒരു പിടുത്തമില്ല. ചില സഹാബികളൊക്കെ ഈത്തപ്പനയുടെ റസൂലുള്ളാഹിന്റെ പോയിട്ട് സഹാബി ചോദിച്ചില്ല അല്ലേ, എൻ്റെ അടുത്ത് വാള് ചേർന്നപ്പോൾ ഈത്തപ്പനയുടെ നമുക്ക് വേണമെങ്കിൽ മടൽമത്തി തരാം കൊടുത്ത് കണ്ട് അതുകൊണ്ട് യുദ്ധം ചെയ്താളുണ്ട്. അതുകൊണ്ട് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന സഹാബികൾക്കുണ്ട്. ഒന്നുമില്ല സാധനം. അപ്പൊ ആയുധങ്ങള് അല്ലല്ലേ. ഇപ്പൊ ഒന്നും പലസ്തീൻ എന്താ കല്ലേറ്റാണ് അവരെന്ത് ചെയ്യണത്?
യുദ്ധം ചെയ്യണത് കാണാൻ. എന്നിട്ട് മിലിറ്ററികളും പോലീസൊക്കെ ഇട്ടെറിഞ്ഞ് ടാങ്കറൊക്കെ ഇട്ടെറിഞ്ഞ് ഓടിപ്പോവാണ്. 2 കൊല്ലമായി പലസ്തീൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ കീഴടക്കാൻ നോക്കിയിട്ട് എല്ലാ വൻശക്തികളും വന്നിട്ട്. എന്നിട്ടും ഇപ്പോൾ ഹമാസിന്റെ ആളുകൾ ആരെയും പിടിച്ചോ? ഞാൻ പറയാം, അപ്പൊ അള്ളാഹു ആണ് എല്ലായിടത്തും സഹായം നൽകുന്നതെന്ന് അന്നും ഇന്നും നമുക്കിതിൽ പാടുണ്ട്. അപ്പോ ഇവിടെ 2 സംഗതി ഉണ്ടായത്. അപ്പൊ അവിശ്വാസികളായ ആൾക്ക് എന്ത് ചെയ്തു തോന്നി, ഇവര് നമ്മളുടെ എത്ര ഉണ്ട്, ഇരട്ടി ഉണ്ട് എന്ന് തോന്നിയപ്പോൾ അവർക്ക് പേടി ഉണ്ടായിരുന്ന 2 സിസ്റ്റം ഉണ്ടായിരുന്ന. ഫസ്റ്റ് സൂറത്തുൽ അംഫാൽ പറയുന്നുണ്ട്, വയക്കല്ലുക്കും വ്യായോനിയും. ആദ്യം തോന്നിയത് ഇവര് ഇരട്ടിണ്ട് എന്നല്ല, 2 തോന്നലുണ്ടായിട്ടുണ്ട് അവിശ്വാസികള്. ആദ്യം ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് തോന്നിയത് എന്താ വെച്ചാല് ഇവര് നമ്മളെ വളരെ കുറവായിട്ട് തോന്നിയിരുന്നു. 313 തോന്നിയിട്ടില്ല എന്ന്, വളരെ കുറച്ച് ആൾക്കാരായിട്ടാണ് ഫസ്റ്റ് ഇവർക്ക് തോന്നി. പക്ഷെ യുദ്ധം തുടങ്ങിയപ്പോഴത്തേക്കും തോന്നി നമ്മളെ ഇരട്ടിണ്ട് തോന്നി. അപ്പൊ ഒരു സമയത്ത് എന്ത് തോന്നി, വിശ്വാസികളായ ആളുകൾ വളരെ കുറച്ച് തോന്നി. എന്താ, യുദ്ധം ചെയ്യാൻ തന്നെയാണ്. കാരണം അള്ളാഹു താല ഇതിന്റെ ദൃഷ്ടാന്തം കാണിക്കാനാണ്, അവർക്ക് വിജയം കൊടുക്കാനാവും. രണ്ടാമത്തെ സമയത്ത് യുദ്ധം തുടങ്ങിയപ്പം തോന്നി ഇവര് കണ്ടമാനം ഉണ്ട് എന്ന് തോന്നി, നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് തോന്നി. ഇങ്ങനെ ഒരു സംഭവം ബദറിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താണ്, ചിന്തിക്കുന്ന ആൾക്കാർ അതിലെന്തുണ്ട്, ദൃഷ്ടാന്തം ഉണ്ട്. റയൽ ഐൻ എന്നാണ്. റയൽ ഐൻ എന്നെന്താ, കണ്ണിന്റെ കാഴ്ചയിൽ. അവിടെ ആ പദത്തിന്റെ പ്രയോഗത്തിന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. വെറും തോന്നലല്ല എന്നർത്ഥം. കണ്ണുകൊണ്ട് കണ്ടു നമ്മൾ പറയില്ലേ, അങ്ങനെ അവിടെ പറയുന്നത്. അവിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ, അന്നത്തെ ബദറിൽ പങ്കെടുക്കുന്ന അവിശ്വാസികളുടെ കൂട്ടത്തിൽ ആർക്കും ഒരാൾക്ക് തോന്നിയതല്ല എങ്ങനെ, എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് അവർ നമ്മളെ ഇരട്ടിണ്ട്. എല്ലാവരും കണ്ണിന് കാണണം. റയൽ ലൈന് ഖുർആൻ പറഞ്ഞ എന്താ, റയൽ ലൈന് കണ്ണിന്റെ അത്രയും വ്യക്തമായി കണ്ണുകൊണ്ട് തന്നെ മുശ്രിക്കുകളെ ആളുകൾ കാണുകയാണ്. കണ്ണുകൊണ്ട്, മനസ്സിൽ തോന്നില്ല, കണ്ണുകൊണ്ട് തന്നെ അവർ കൗണ്ട് ചെയ്യാണ് നമ്മളെ ഇരട്ടി ഉണ്ട്. അപ്പൊ റയൽ ലൈൻ എന്ന് പറയുന്നതാണ്. അപ്പോ വെറും തോന്നലല്ല, കണ്ണുകൊണ്ട് സാധനം കാണാൻ എന്താ, അത് പിന്നെന്തായി, അയിനുൽ യഖീനായി. ഇൽമുൽ യഖീനല്ലോ, അയിനുൽ യഖീനായി. കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെടാന്ന് പറഞ്ഞാല് എന്താണ്, ഞാൻ പറയട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാവരും കണ്ടിക്കാണ്, എല്ലാവരും കണ്ണിൽ കാണാണ്, തെളിയാണ് ശത്രു. അത് എന്താവും, അള്ളാഹ് പലതാകാം, മലക്കുകളാകാം, പലതാകാം. പക്ഷെ അവരെ കണ്ണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കാണുന്നത് എന്താണ്, ശത്രു സൈന്യം, അല്ലെങ്കിൽ വിശ്വാസികളുടെ സൈന്യം, മദീനക്കാര് 2000 ഉണ്ട്. സംഗതി എത്ര ഉള്ളൂ, 313. ഇതാര് ജയിച്ചതാണ്, അള്ളാഹു തന്നെ ജയിച്ചാണ്. മാത്രമല്ല ഇത് ആരാണ് പറയുന്നത്, അന്നത്തെ അവിശ്വാസികളായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന ശേഷവും അവിശ്വാസികളായ ആളുകൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഡിസ്കഷൻ തന്നെയാണ്. ചരിത്രപരമായ ആധികാരികമായ സ്ഥിരപ്പെട്ട സംഗതിയാണ്, അവർക്ക് തോന്നിയ സംഗതിയാണ്. വല്ലാഹു യുഅയ്യിദു, അള്ളാഹു തആലയാണ് യുഅയ്യിദു, ശക്തിപ്പെടുത്തുന്നുണ്ട്, ബിനസ്രി, അവന്റെ സഹായം കൊണ്ട്, മയ്യശാ, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് എന്ത് ചെയ്യും, അവന്റെ സഹായം കൊണ്ട് സത്യശക്തിപ്പെടുത്തും. ഇന്നദാലിക, തീർച്ചയായിട്ടും അതിലൊക്കെ ഉണ്ട്, ലൈബ്രത്തുൻ, ഗുണപാഠമുണ്ട്, ഉലിൽ അബ്സാർ, ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക്. ഇബ്രത്ത് പറഞ്ഞാൽ എന്താ, ഇബ്രത്ത് പറഞ്ഞാല് ഗുണപാഠം. പക്ഷെ അബറ എന്ന് പറഞ്ഞ പദം അറബിയിൽ എന്താ വെച്ചാൽ, ആ പദത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കരയിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായി എത്തുന്നതിനാണ് ശരിക്കും പറയാ അബൂർ എന്ന് പറയാം, ഒരു സ്ഥലത്തേക്ക് പൂർണ്ണമായി എത്താം. അപ്പൊ എന്താ ഇവിടെ ഗുണപാഠത്തിന് അബിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ആ വിഷയത്തിന് എല്ലാ സംശയം തീർന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ എന്തുണ്ട്, അതില് പാടുണ്ട്. ഒരാള് ഒരു നദി ക്രോസ് ചെയ്യുകയാണെങ്കിൽ ബൈക്ക് നിൽക്കണതിന് ഏത് പറയില്ല, ഇബ്രത്ത് എന്നറിയാം. അല്ലെങ്കിൽ ഒരാൾ മരുഭൂമി ക്രോസ് ചെയ്യുകയാണെങ്കിൽ ബൈക്ക് നിന്ന് സ്റ്റോപ്പ് ആകണതിന് നട്ടം കറങ്ങണതിന് ഏത് പറയില്ല, ഇബ്രത്ത് എന്നറിയില്ല. പുറപ്പെട്ട ആള് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഇബ്രത്ത് എന്നറിയാം. ആ പദമാണ് ഇവിടെ തിരിച്ചത്. എന്ന് പറയുന്ന ചിന്തിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ലാതെ മനസ്സിലാക്കാനുള്ള
എല്ലാ ഗുണപാടും ഇതിലുണ്ട്, ഈ ബദറിൽ തന്നെ ഉണ്ട് എന്നാണ്. അതാണ് ഇബറത്ത് പദത്തിനർത്ഥം. ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ള, ഹൃദയത്തിൻ്റെ കാഴ്ചയുള്ള ആളുകളും പിന്നെ ബുദ്ധിയുള്ള ആളുകൾക്ക് എന്നാണ്. അപ്പോൾ ഈ ആയത്ത് രണ്ട് സംഗതികളാണ് ഈ രണ്ടായത്തിലൂടെ അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അവിശ്വാസികളായ ആളുകളെ എന്താണ്, അവർക്ക് ഗുണപാഠമുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഗുണപാഠം അവരെ പരാജയപ്പെടുത്തും. അത് അഹ്ലു കിതാബിനാണ്. അഹ്ലു കിതാബിന് തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം, ജൂതരായ ആളുകൾക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. നിങ്ങൾക്ക് മുമ്പിൽ നടന്ന ഒരു യുദ്ധം തന്നെ എന്താണ്, വലിയ ദൃഷ്ടാന്തമാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പ്രവേശിക്കേണ്ടി വരും. ഇതാണ് ഈ ആയത്ത് പറയുന്നത്. നരകം രണ്ട് രീതിയിലുണ്ടെന്നാണ്. ഒന്ന്, മഹാന്മാരുടെ ഭാഷയിൽ നരകത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് നാറുൽ ഖൽബ് എന്നാണ്. ഒന്ന് ഹൃദയത്തിലെ നരകം, രണ്ട് ഫിസിക്കലിയുള്ള പാരത്രിക ലോകത്തെത്തുന്ന നരകം. ഹൃദയത്തിൻ്റെ നരകം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിൻ്റെ നരകം എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി മനുഷ്യൻ്റെ ഇഷ്ടങ്ങളിലേക്ക് പോകുന്ന, താല്പര്യങ്ങളിൽ പോകുന്ന, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യുക, യാതൊരു താല്പര്യമില്ലാതെ മനുഷ്യൻ വ്യതിരിച്ചു പോകുന്ന ഒരവസ്ഥ മനസ്സിലുണ്ടാവുന്ന എന്താണ്, ഹൃദയത്തിലെ നരകമാണ്. പരിശുദ്ധമായ ഒരു ആയത്തുണ്ട്, നാറുല്ലാഹിൽ മൂക്കത അല്ലത്തി തത്തലോ അലൽ അഫ്ഇദ. സുഫിയാക്കൾ അതിന് ഇഷാറത്ത് കാണിക്കണം എന്താ, അള്ളാഹുവിൻ്റെ കത്തി ജ്വലിക്കപ്പെടുന്ന ആളിക്കത്തുന്ന തീയാണ്. അത് ഏതിലേക്ക് പടരും? ഹൃദയത്തിലേക്ക് പടരുന്ന. ഒരുപാട് സൂഫിയാക്കൾ അതിനെ വ്യാഖ്യാനിച്ചെന്താ, ഹൃദയത്തിലേക്ക് പടരുന്ന നരകമുണ്ട് എന്ന. ഹൃദയത്തിലേക്ക് പടരുന്ന നരകം ഏതാ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക, ഒരു മനുഷ്യൻ ഒഫലത്തിൻ്റെ മാർഗത്തിലേക്ക് പോവാണ്. ആ ഒഫലത്തിൻ്റെ മാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചെല്ലുന്ന നരകമാണ് എന്ത്, പാരത്രികമായ ലോകത്ത് ചെല്ലുന്ന ശാശ്വതമായ നരകം. കൊല്ലമാനത്ത് ജുലൂദും ബദ്ദല്ലാഹും ജുലൂദ എന്ന് പറയുന്ന പാരത്രിക ലോകത്തെ നരകം. പക്ഷെ അള്ളാഹു താലിന്റെ അടിമകളെ രണ്ട് രീതിയിൽ അള്ളാഹു താല സഹായിക്കുന്ന. അപ്പൊ അള്ളാഹു താല അവനെ 100 കൊണ്ട് അവനെ വിജയിപ്പിക്കാൻ ഉദ്ദേശാടുമയാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ആത്മീയ പ്രകാശത്തിന്റെ സൈന്യങ്ങൾ കൊണ്ട് സഹായിക്കും. അതല്ല, അള്ളാഹു താല മനുഷ്യനെ പരാജയപ്പെടുത്താനാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവും ഉൽമത്ത് കൊണ്ട്, അന്ധകാരങ്ങൾ കൊണ്ട്, അതായത് അള്ളാഹു അല്ലാത്ത വേറെ ഒഫലത്തുകൾ കൊണ്ട് അവന്റെ ഹൃദയത്തെ അള്ളാഹു താല നിറക്കും. അതോടൊന്നും ചെയ്യും, അവന് കാലാകാലത്ത് നരകത്തിലേക്കും. അള്ളാഹു താല നമ്മളെ കാക്കട്ടെ. അപ്പൊ ഈ ആയത്തിന്റെ ഗുണപാഠം ഇതാണ്. പക്ഷെ അത് അടുത്ത ആയത്ത് മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് അവന്റെ ഇഷ്ടങ്ങളോട് പരാജയങ്ങളിലേക്ക് പോകുന്നത് എന്ന് വിശദീകരിക്കുന്ന ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ സമയമില്ല, പിന്നീട് വിശദീകരിക്കും. തൽക്കാലം നിർത്തുന്നു. അള്ളാഹു തആല പറഞ്ഞും കേട്ടും എല്ലാം സ്വാലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ, നാഫിയാക്കി തരട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ.